പരീക്ഷ എടുക്കുകയാണല്ലോ. 10ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷ, അങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്. എങ്ങനെ നിങ്ങൾ ഒരുങ്ങണം, ഈ പരീക്ഷയ്ക്കൊക്കെ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇവിടെ പരീക്ഷ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും അതൊരു ശത്രുവായിട്ട് കാണുന്നൊരവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേടിക്കുന്നൊരു സാധനമായിട്ട്, ഒരു ഭീകരജീവിയായിട്ട് കാണുന്നൊരവസ്ഥ ഉണ്ടെന്നുള്ളതാണ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ. അത് അങ്ങനെയാണ് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് കാണുന്നു. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇല്ലാത്ത പരീക്ഷ ഇല്ലെങ്കിൽ അത്ര സുഖമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു ഒരു കാര്യം പറയട്ടെ. ഒരു വീട്ടിൽ നിങ്ങൾ ഊഹിക്കുക, ഒരു ഫയർ പൊട്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായ തീപിടുത്തം ഉണ്ടായിരുന്നതാണ്. ശക്തമായ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്, അവിടെ അടുത്തുള്ളവരൊക്കെ അത് ഓടി വരും. വീട്ടുകാരും എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാതെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം അവർക്കറിയില്ല, ഭയങ്കരമായിട്ട് തീ ആളിക്കത്തുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ ഒരുത്തൻ ഫയർ ഫോഴ്സിനെ വിളിക്കുന്നു, ഫയർ ഫോഴ്സ് കടന്നു വരുന്നു. ഫയർ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അതിലത്തെ ജീവനക്കാർ ഓടി വരുന്നു, തീൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ മാറി പാമ്പിനെ കണ്ട പോലെ മാറി നിൽക്കുമ്പോൾ ഫയർ ഫോഴ്സിലെ ജീവനക്കാർ ഓടി വന്ന് എവിടെയാണ് തീയെന്നാണ് ചോദിക്കുന്നത്. കാരണം അവർ ഒരുങ്ങിയിട്ടുള്ളവരാ, അവർ ഈ ഫയറിനെ കെടുത്താൻ വേണ്ടിയിട്ട് വരുന്നവരാ. അതുകൊണ്ട് അവർക്ക് ഫയറിന് പേടിയില്ല, തീയിനെ അവർക്ക് ഒട്ടും പേടിയില്ല, അതിനെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാണെന്നുള്ളതാണ്. അവരത് എവിടെയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ ഫയർ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് അടുക്കാതെ മാറി നിൽക്കുന്നുള്ള, ഇതാണ് വ്യത്യാസം. അപ്പോൾ അവിടെ അതിന് മെരുക്കാൻ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിനോടൊരു പേടിയില്ലാതെ, അതൊരു ശത്രു അല്ലാത്ത രീതിയിൽ കാണുന്നു. ഇതുപോലെ തന്നെയാണ് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്നത്. നിങ്ങളതിനെ ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നാണ് പരീക്ഷ വരട്ടെ എന്ന്, അതിനെ ഒരു മിത്രത്തെ പോലെ ഇങ്ങോട്ട് കടന്നു വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടും വളരെ സന്തോഷത്തോടുകൂടി അഭിമുഖീകരിക്കാനായിട്ടുള്ളത്. അതിന് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുക്കമാണ്. പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ തന്നെ യുദ്ധത്തിൻ്റെ പകുതി കഴിയുമെന്ന് പറയും. ആ പരീക്ഷ എന്ന് പറഞ്ഞ യുദ്ധത്തിൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഒരുങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരുക്കം എന്ന് പറയണത് ആ റൂം ഒരുക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ റൂമിൽ എല്ലാ സെറ്റപ്പും ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകുന്നൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പെന്ന്, പെൻസില്, റബ്ബർ, അതുപോലെ തന്നെ നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വേണം ഒരുങ്ങാൻ. മാത്രമല്ല നല്ല ലൈറ്റുള്ള ഒരു സ്ഥലത്തായിരിക്കണം, നല്ല പ്രകാശം, പിന്നെ നല്ല വായുസഞ്ചാരമുള്ളൊരു സ്ഥലത്തായിരിക്കണം. വിൻഡോ പ്രത്യേകിച്ച് തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ വഴിയിലേക്കായിരിക്കരുത്. കാരണം വഴിയിലേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ആളുകൾ പോകുന്നതും വരുന്നതും റോട്ടിലേക്കൊക്കെ ആണെങ്കിൽ അവരുടെ സംസാരങ്ങളും ദൃശ്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒന്നും തന്നെ റൂമിലുണ്ടാവരുത്. പഠനത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. പിന്നെ ഇരുന്ന് പഠിക്കുക, നിവർന്നിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവുന്ന് കിടന്നിട്ട് പഠിക്കുന്നു, മലർന്ന് കിടന്ന് പഠിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഉറക്കത്തിലേക്ക് തള്ളിവിടുമെന്നുള്ളത്. മാത്രമല്ല പഠിക്കാനിരിക്കുന്ന റൂം ഒരിക്കലും ഉറങ്ങാൻ ഉപയോഗിക്കുന്ന റൂമായിരിക്കരുത്. അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള റൂം തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ അത് തന്നെ ചെയ്യുക. പക്ഷേ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും പഠിക്കാനാണെന്നുള്ള ചിന്ത മനസ്സിൽ കൊടുത്തുകൊണ്ട് വേണം ഇരിക്കാൻ എന്നുള്ളതാണ്. ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഫുഡാണ് നല്ലത്. ഹെവി ഫുഡ്, പൊറോട്ട, ചിക്കൻ, ഷവർമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം നല്ലത് പരീക്ഷ കാലത്തെങ്കിലും എന്നുള്ളതാണ്. കുറച്ചുകൂടി നല്ല ലൈറ്റ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല കൂടുതൽ എണ്ണയുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കണം നല്ലതാണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറിക്കുന്നുണ്ട് തെറ്റൊന്നുമില്ല. കാരണം അത് ബ്രെയിനൊരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു ബൂസ്റ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ചുകൂടി നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായി നട്ട്സൊക്കെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ, നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കണം നല്ലതാണ്. പിന്നെ ഈ മൊബൈൽ കളികളിലേക്ക് കാര്യമായിട്ട് പോകുന്നതല്ല. കാരണം അതൊക്കെ നിങ്ങൾ പഠിച്ചത് വിഴുങ്ങിക്കളയും. മറിച്ച് ഇത്തിരി മ്യൂസിക് കേൾക്കുക, അതുപോലെ തന്നെ ഒന്ന് എണീറ്റ് നടക്കുക, ഒന്ന് പൂന്തോട്ടത്തിൽ നടക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കുക. ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കൊടുക്കണം നല്ലതാണ്. ആ ബ്രേക്ക് സമയങ്ങളിൽ സത്യത്തിൽ നിങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങളുടെ ബ്രെയിനിൽ അടക്കി ഒതുക്കി വെക്കുന്നത്. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ശീലം ഒരിക്കലും നന്നല്ല. അത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠന രീതിയല്ല. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുത്ത് പഠിച്ചെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. പഠനകാലത്ത് പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജ് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇടയ്ക്ക് കടന്നു വരും. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കടന്നു വരുന്നവരുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. നേരത്തെ കൂട്ടി പരീക്ഷയാണ്, 1-2 മാസക്കാലം അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ വേണ്ടെന്ന് സ്നേഹപൂർവ്വം നേരത്തെ തന്നെ പറഞ്ഞു വെക്കണം നല്ലതാണ്. മാത്രമല്ല മെസ്സേജ് വരുന്ന ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. അതുകൊണ്ട് മൊബൈൽ ഫോൺ പഠിക്കുന്ന സമയത്ത് കയ്യിലില്ലാതിരിക്കുന്നതാണ്, അടുത്തില്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾ തന്നെ അത് നിയന്ത്രിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൊബൈൽ ഫോൺ വീട്ടിലുള്ളവർ
മറ്റുള്ളവരെ ഏൽപ്പിച്ചു വേണം ഇരിക്കാൻ. നോട്ടുകൾ അല്ലെങ്കിൽ പഠന സാമഗ്രികൾ മാത്രമേ ആ റൂമിലുണ്ടാവാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പഠിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. പഠന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരീക്ഷ അടുക്കും തോറും, പ്രത്യേകിച്ച് അവസാനം 1-2 മാസക്കാലം ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. സിനിമയ്ക്ക് പോക്ക്, പൂരത്തിന് പോക്ക്, പെരുന്നാൾക്ക് പോക്ക്, അമ്മാവൻ്റെ വീട്ടിലേക്ക് പോക്ക്, ഇതൊക്കെ ഒന്ന് കുറച്ചാൽ അത്രയും നല്ലത്. കാരണം ഇത് 2 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് പലിശ സഹിതം നിങ്ങൾക്ക് വീട്ടാം. അതൊക്കെ പോയി അല്ലെങ്കിൽ കണ്ട് ഒക്കെ ആസ്വദിക്കാമെന്നുള്ള. പക്ഷേ ഈ 2 മാസക്കാലം ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഈ സമയത്ത് പരീക്ഷ കഴിയോളം വരെ ഇതൊക്കെ ഒന്ന് ഓഫ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് മാത്രം. അതൊരു ത്യാഗം തന്നെയാണ്.